Hi viewers, let me introduce myself. I am Mary Netto, Assistant Professor, Department of Management, DBC, Kottayam. Today we are discussing the subject Labour Law and Industrial Relation of BBA S5 under Kerala University. Today we are discussing the topic Prevention of Industrial Dispute, or we can say that uh, how we can avoid the industrial disputes in an industry. So we already studied about industrial dispute. It means any dispute or difference between employer or employee, or between employer and workman, or between workman or workman, and which is connected to the employment or never employment, or with the conditions of labor of any person. So we already discussed about what is industrial labor. Now we can see how to prevent the industrial dispute from an industry. So let's see in detail what are the topics to be covered today. These are the following measures that can be taken to avoid industrial disputes. That is, the first is model standing orders, then code of industrial discipline and grievance procedure, then collective bargaining, then workers committee, then joint management councils, then suggestion scheme, joint consultative machinery, then tripartite bodies, and the last is labor welfare officers. So we can discuss in detail what are the topics to be covered. So first we can see what is model standing orders. So the first measure we can avoid industrial dispute in industry is model standing orders. മോഡൽ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ആ വാക്കിൽ തന്നെ ഉണ്ട് അല്ലേ, അതായത് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിങ് നമ്മൾ നിൽക്കുക എന്ന് പറയും അല്ലേ. അപ്പോൾ അതുപോലെ നിലനിൽക്കുന്ന ഓർഡേഴ്സിൽ ഏതൊരു ഇൻഡസ്ട്രിയിലും നിലനിൽക്കുന്ന ചില പോളിസീസ്, നിയമങ്ങൾ, അതിനെയാണ് അവർ മോഡൽ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സീ ദ പർപ്പസ് ഓഫ് ദീസ് ഓർഡേഴ്സ് ഈസ് ടു പ്രിസ്ക്രൈബ് guidelines for regulating relation between employers and employees under the Industrial Employment Act 1946, or we can say Industrial Employment Standing Orders Act 1946. അപ്പം ഒരു മോഡൽ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് പറയുന്ന ചില ഗൈഡ് ലൈൻസ്, ചില നിയമങ്ങളാണ്. ആർക്ക് വേണ്ടിയാണ്? ഒരു എംപ്ലോയറും എംപ്ലോയിയും ഇൻഡസ്ട്രിയൽ റിലേഷനിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം, എങ്ങനെയൊക്കെ പെരുമാറണം, അവരുടെ പോളിസീസ് ഫ്രെയിം ചെയ്യുന്നതിനെയാണ് നമ്മൾ മോഡൽ സ്റ്റാൻഡിങ് ഓർഡേഴ്സ്. അപ്പം ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് ആക്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് സ്റ്റാൻഡിങ് ആക്ട് 1946 പ്രകാരം നമ്മുടെ ബൈലോയിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതുപോലെ ആയിരിക്കണം ഒരു ഇൻഡസ്ട്രിയിൽ ഇതിന് എന്താണ് ആക്ട് ഫ്രെയിം ചെയ്യാൻ. So every factory employing 100 or more workers required to frame standing orders in consultation with the workers. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ, ഏത് ഇൻഡസ്ട്രിയിൽ 100 പേരോ അതിൽ കൂടുതലോ ഉള്ള വർക്കേഴ്സ് ഉള്ള സ്ഥാപനമാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? ഒരു സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഫ്രെയിം ചെയ്തിരിക്കണം. അത് ആര് കൺസൾട്ട് ചെയ്യണം? എംപ്ലോയർ എംപ്ലോയിയുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം നിലനിൽക്കുന്ന ഓർഡേഴ്സ് ഫ്രെയിം ചെയ്യാൻ. സോ ദീസ് ഓർഡേഴ്സ് മസ്റ്റ് ബി സർട്ടിഫൈഡ് ആൻഡ് ഡിസ്പ്ലൈഡ് properly by the employer for the information of workers. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഈ പോളിസി ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പോളിസികൾ എംപ്ലോയീസിനെ അറിയിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയാം, നമ്മുടെ KMML ഇല്ലേ, ഈ നമ്മൾ ചവറയിലുള്ള KMMLൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡസ്ട്രിയൽ വിസിറ്റിനൊക്കെ ചെല്ലുമ്പോൾ കാണാം, അവരുടെ പ്ലാൻ ലെവലിലേക്കൊക്കെ ചെല്ലുമ്പം അവരുടെ ഫ്ലോറിൽ തന്നെ എന്താണ് കമ്പനിയുടെ വിഷൻ, മിഷൻ, ഒബ്ജക്റ്റീവ്സ് അതെല്ലാം ഇവരവർക്ക് ലേബൽ ചെയ്തിട്ടുണ്ട്, വർക്കേഴ്സിന് കാണാം. അതുപോലെ ഈ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഇതെല്ലാം ഫ്രെയിം ചെയ്ത് അല്ലെങ്കിൽ അതൊരു വാളിൽ തന്നെ അവർ വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് പോളിസി ഫ്രെയിം ചെയ്താലും എംപ്ലോയർ എന്ത് ചെയ്യണം? വർക്കേഴ്സിനെ അത് അറിയിച്ചിരിക്കണം. സോ ദീസ് ഓർഡേഴ്സ് മസ്റ്റ് ബി സർട്ടിഫൈഡ് ആൻഡ് ഡിസ്പ്ലൈഡ് പ്രോപ്പർലി എന്ന്. അപ്പം ഈ ഓർഡേഴ്സിനെ സർട്ടിഫൈ ചെയ്യുക, അത് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ട് കൂട്ടരും എംപ്ലോയറും എംപ്ലോയി അംഗീകരിക്കണം. പിന്നെ അത് നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്യണം. അതായത് എംപ്ലോയീസ് എപ്പോഴും കാണത്തക്ക രീതിയിലായിരിക്കണം നമ്മളതിനെ കാണിക്കേണ്ടത്. So the central and state government have framed
model standing order which can be adopted by an industrial establishment. അതുകൂടാതെ പറയുന്നത് എന്താണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഇപ്പം എംപ്ലോയർ ഒരു സ്റ്റാൻഡിങ് ഓർഡർ റെഡിയാക്കണമെന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫ്രെയിം ചെയ്യാൻ പറ്റത്തില്ല. പകരം എന്ത് ചെയ്യണം, സ്റ്റേറ്റ് ഗവൺമെൻറ്റും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റും പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളെ അഡോപ്റ്റ് ചെയ്തിട്ട് വേണം അവരെന്ത് ചെയ്യാൻ, ഇങ്ങനെയുള്ള പോളിസീസ് ഫ്രെയിം ചെയ്യാൻ. So, standing order define and regulate the terms and conditions of employment and bring about uniformity in them. അപ്പം നമ്മൾ conclusion, by concluding we can say that standing orders may be defined and regulate terms and conditions of employment and bring about uniformity. അപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനൊരു സ്റ്റാൻഡിങ് ഓർഡേഴ്സ് നമ്മൾ ആ ജോലി സ്ഥലത്ത് കൊണ്ടുവരുന്നത്. സോ ദേ ഓൾസോ സ്പെസിഫൈ ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ബോത്ത് എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഇല്ലേ. അപ്പം ഈ ഒരു സ്റ്റാൻഡിങ് ഓർഡറിൻ്റെ ഉദ്ദേശം എന്താണ്, എംപ്ലോയീസിന് വേണ്ടി മാത്രമല്ല, എംപ്ലോയറും എംപ്ലോയിയും ഒരുപോലെ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് നമുക്ക് ആൻഡ് സോ റെഗുലേറ്റ് ദ സ്റ്റാൻഡേർഡ് ഓഫ് കോണ്ടക്ട് ഇല്ലേ. അവരെങ്ങനെ ആയിരിക്കണം, ഒരു ഓർഗനൈസേഷനിൽ വന്നാൽ എംപ്ലോയർ എങ്ങനെ ആവണം അല്ലെങ്കിൽ എംപ്ലോയി എങ്ങനെ ആവണം, അവരുടെ കോഡ് ഓഫ് കോണ്ടക്ട് എങ്ങനെ ആയിരിക്കണം, ഇതെല്ലാം ഈ സ്റ്റാൻഡിങ് ഓർഡേഴ്സിൽ പറഞ്ഞിരിക്കും. Therefore, standing order can be good basis of maintaining harmonious relation between employer and employee. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മോഡൽ ഓർഡേഴ്സ് അല്ലെങ്കിൽ ഈ മോഡൽ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ്, ആരൊക്കെ തമ്മിലാണ്, IR പഠിച്ചപ്പോഴേ നമ്മൾ പഠിച്ചത്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഓർ ദ എംപ്ലോയി ആൻഡ് ട്രേഡ് യൂണിയൻ ഓർ ദ എംപ്ലോയർ ആൻഡ് ട്രേഡ് യൂണിയൻ or whatever it may be. Model standing order means that it gives a regulate terms and conditions of employment and bring about the uniformity among workers and the employers. And therefore, standing order can be a good basis of maintaining harmonious relation between employer and employee. So, clear with the point, model standing orders. The second is കോഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസിപ്ലിൻ അല്ലേ. അപ്പം കോഡ് ഓഫ് ഡിസിപ്ലിൻ ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അച്ചടക്കം. അപ്പോൾ ഏതൊരു ഇൻഡസ്ട്രിയിലും കോഡ് ഓഫ് ഡിസിപ്ലിൻ, ഒരു എംപ്ലോയർ എങ്ങനെ ആയിരിക്കണം, എംപ്ലോയി എങ്ങനെ ആയിരിക്കണം, അപ്പോൾ ചില ഡിസിപ്ലിനറി മെഷേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. So, the Indian Labour Conference at its 15th session in 1957 involved a code of industrial discipline. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഒരു ILC, ഇന്ത്യൻ ലേബർ കോൺഫറൻസ് എന്ന് പറയുന്നത് ILC എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും. അതായത് ILC എന്ന് പറയുന്നത് ഒരു ട്രൈപാർട്ടി മെഷീനറിയാണ്. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രിയിലുള്ള, അതായത് വർക്കിംഗ് ക്ലാസ്സിന് വേണ്ടി ഒരു അഡ്വൈസ് തരുന്ന ഒരു ട്രൈപാർട്ടി മിഷനറിയാണ് ILC എന്ന് പറയുന്ന ഇന്ത്യൻ ലേബർ കോൺഫറൻസ്. അപ്പോൾ അവരുടെ 15th സെക്ഷൻ, ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്നത് 46 സെക്ഷൻ വരെ ആയിട്ടുണ്ട്. അപ്പം ഓരോ സെഷൻസിലും അവരെന്താണ്, ചില അജണ്ടാസ് ഇല്ലേ, അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ്സിന് വേണ്ടി ചില പോളിസീസ് നോമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് സജഷനിൽ വയ്ക്കും, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അങ്ങനെ ഓരോ സെഷൻസിന് ഇപ്പോൾ 46th സെഷൻസാണ് നടക്കുന്നത്. അപ്പോൾ 15th സെക്ഷൻ 1957 നടന്ന 15th സെഷൻസിനകത്ത് ഇന്ത്യൻ ലേബർ കോൺഫറൻസ് പറയുന്നത് എന്താണ്, ഇറ്റ് ഇൻവോൾവ്ഡ് എ കോഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസിപ്ലിൻ. അപ്പോൾ അവിടെ അന്ന് ചില കോഡ് ഓഫ് ഡിസിപ്ലിൻ, ഒരു ഇൻഡസ്ട്രി ആയാൽ അവിടുത്തെ എംപ്ലോയീസ് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എംപ്ലോയറും എംപ്ലോയി തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് എങ്ങനെ സെറ്റിൽ ചെയ്യണം എന്നൊക്കെ അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ദ കോഡ് വോളണ്ടിയർലി ബൈൻഡ്സ് ദ എംപ്ലോയർ ആൻഡ് വർക്കേഴ്സ് ടു സെറ്റിൽ ഓൾ ഗ്രീവൻസസ് ആൻഡ് ഡിസ്പ്യൂട്ട്സ് ബൈ മ്യൂച്വൽ നെഗോസിയേഷൻ, കൺസീലിയേഷൻ ആൻഡ് വോളണ്ടറി ആർബിട്രേഷൻ. സോ ഈ കോഡ് ഓഫ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ 15th സെഷൻ 1957 ILC പറഞ്ഞ എന്താണ്, ഏതൊരു ഓർഗനൈസേഷനിലും എംപ്ലോയറും വർക്കറും തമ്മിൽ എന്തെങ്കിലും ഗ്രീവൻസസ്, പരാതികളോ തർക്കങ്ങളോ ഡിസ്പ്യൂട്ട്സും ഉണ്ടായാൽ അതെങ്ങനെ സോൾവ് ചെയ്യണം, ബൈ മ്യൂച്വൽ നെഗോസിയേഷൻ, രണ്ടുപേരും ഇരുന്ന് ചർച്ച ചെയ്ത് ഒത്തുതീർപ്പാക്കണം. ഓർ ബൈ കൺസീലിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അനുരഞ്ജനം, അതായത് സമാധാനത്തിലേക്ക് വരാനുള്ളൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ ഒരു വോളണ്ടറി ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ മധ്യസ്ഥം നിന്നുകൊണ്ട് ആ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കണം. അതാണ് ഒരു 15th സെഷനിൽ ഇന്ത്യൻ ലേബർ കോൺഫറൻസ് സജസ്റ്റ് ചെയ്തത്. ദാറ്റ് ഈസ് ദ കോഡ് voluntarily binds the employer and the worker to settle all grievances and disputes by mutual negotiation, conciliation and voluntary arbitration. So there are some features of this code of discipline. The first is
both employer and employee should recognize the rights and responsibility of each other. അപ്പോൾ ഈ കോഡ് ഓഫ് ഡിസിപ്ലിൻ, അതായത് ഡിസിപ്ലിൻ എന്ന് പറയല്ലേ, ചിട്ടകളുണ്ടെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ രണ്ട് കൂട്ടരും എംപ്ലോയറും എംപ്ലോയിയും അംഗീകരിച്ചിരിക്കണം. ദ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് അവർ ഓരോരുത്തരും പരസ്പരം ചെയ്യേണ്ടത്. എംപ്ലോയർ ആയാൽ എംപ്ലോയിയോട് ഇങ്ങനെ ആയിരിക്കണം, ഒരു എംപ്ലോയി ആണെങ്കിൽ ഞാൻ എംപ്ലോയറോട് എങ്ങനെ ആയിരിക്കണം, ആ കോഡ് ഓഫ് ഡിസിപ്ലിൻ അറിഞ്ഞിരിക്കണം. ആൻഡ് ഷുഡ് വില്ലിംഗ്ലി ഡിസ്ചാർജ് എ റെസ്പെക്റ്റീവ് ഒബ്ലിഗേഷൻസ്. അങ്ങനെയാണെങ്കിൽ അവർ ഓരോരുത്തരുടെയും ഒബ്ലിഗേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം കമ്മിറ്റ്മെൻറ്റ്സ് എന്ന് പറയാം അല്ലേ. രണ്ട് കൂട്ടരുടെയും കമ്മിറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, ഞാൻ എംപ്ലോയറിനോട് എന്ത് ചെയ്യണം, എംപ്ലോയി ഞങ്ങളോട് എങ്ങനെ ആയിരിക്കണം, അത് രണ്ട് കൂട്ടരുടെയും കമ്മിറ്റ്മെൻറ്റ്സ് അറിഞ്ഞിരിക്കണം. സോ ദേ ഷുഡ് ബി നോ യൂണിലാറ്ററൽ ആക്ഷൻസ് ഓൺ ഏതേഴ്സ്. രണ്ട് പേർക്കും അവരുടേതായ ഒരു ഭാഗമില്ല, രണ്ട് കൂട്ടരും അവരുടേതായ കമ്മിറ്റ്മെൻറ്റ്സിനോട് കൂടി പരസ്പരം അംഗീകരിച്ച് അവരുടെ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും അറിഞ്ഞിരിക്കണം. ആൻഡ് ദ സെക്കൻഡ് ഇസ് there should be no strike or lockout without proper notice. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലോക്കൗട്ട് എന്താണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതിനകത്ത് തന്നെ പറയുന്നുണ്ട് അല്ലേ, there should be no strike. ഒരിക്കലും ഒരു ഓർഗനൈസേഷനിൽ എന്ത് വരാൻ പാടില്ല, ഒരു സ്ട്രൈക്ക് വരാൻ പാടില്ല, അല്ലെങ്കിൽ ലോക്കൗട്ട്സ് വരാൻ പാടില്ല. ആൻഡ് എഫേർട്ട് ഷുഡ് ബി മെയ്ഡ് ടു സെറ്റിൽ all disputes through the existing machinery for the settlement of industrial disputes. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ തർക്കങ്ങളുണ്ടായാൽ ആ തർക്കങ്ങൾ നമ്മൾ എങ്ങനെ ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. ഇൻഡസ്ട്രിക്ക് അകത്ത് തന്നെ നമ്മളൊരു സംഘടന അല്ലെങ്കിൽ മെഷീനറി രൂപപ്പെടുത്തുക, എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം സോൾവ് ചെയ്യുക. And the third is, neither party will have recourse of coercion, intimidation, litigation and the victimization. അപ്പോൾ അതിൽ പറഞ്ഞ ഒന്ന് ആദ്യം പറഞ്ഞ എന്താണ്, കൊഹിഷൻ, അവിടെ പറഞ്ഞ ബലപ്രയോഗം ഇല്ലേ. രണ്ടാമത് പറഞ്ഞ ഇൻറ്റിമിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഭീഷണിപ്പെടുത്തുക. പിന്നെ പറഞ്ഞ എന്താണ്, ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ലീഗൽ ആക്ഷൻ. പിന്നെ ഒരു വിക്ടിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലേ, എംപ്ലോയീസിനെ ഇരയാക്കുക. അപ്പോൾ രണ്ട് കൂട്ടർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ളൊരു അവകാശം ഇല്ല. അതായത് എന്താണ്, ഒരു ബലപ്രയോഗം നടത്താനോ പരസ്പരം ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു നിയമപരമായിട്ടൊരു കേസിലേക്ക് പോകാനോ ഉള്ള ഒരു അവകാശം എംപ്ലോയർക്കും ഇല്ല, എംപ്ലോയിക്കും ഇല്ല. ബട്ട് ദേ വിൽ സെറ്റിൽ ഓൾ ഡിഫറൻസസ് ബൈ മ്യൂച്വൽ നെഗോസിയേഷൻ, കൺസീലിയേഷൻ ആൻഡ് വോളണ്ടറി ആർബിട്രേഷൻ. അപ്പോൾ അവരെന്ത് ചെയ്യണം, പരസ്പരം എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഒരു മ്യൂച്വൽ നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടരും ഒരുപോലെ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുക, അല്ലെങ്കിൽ ഒരു അനുരഞ്ജനം, അല്ലെങ്കിൽ വോളണ്ടറി ഒരു മധ്യസ്ഥം, അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയെ മധ്യസ്ഥം വെച്ചുകൊണ്ട് ആ പ്രോബ്ലത്തിനെ അവർക്ക് സോൾവ് ചെയ്യാം. ആൻഡ് ദ ഫോർത്ത് ഇസ് എ mutually agreed grievance procedure will be set up and both the parties will abide by it without taking arbitrary action. ഈ പറയുന്നത് എന്താണ്, ഒരു എഗ്രീഡ് ഗ്രിവൻസ് പ്രൊസീജിയർ, അതായത് രണ്ട് കൂട്ടർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്രിവൻസ്, ഒരു പരാതി കിട്ടിയാൽ ആ പരാതി എങ്ങനെ പരിഹരിക്കണം, അല്ലെങ്കിൽ ആ പരാതി നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളൊരു മെഷീനറി അവരവിടെ ഒരു ആർബിട്രറി ആക്ഷൻ നമ്മളവിടെ രൂപപ്പെടുത്തി എടുത്തിരിക്കണം. ഇതിൽ പറയുന്നത് ഒരു മ്യൂച്വലി എഗ്രീഡ് ഗ്രിവൻസ് പ്രൊസീജിയർ എന്നാണ്. ഇപ്പം ഒരു രണ്ട് കൂട്ടരും ഒരുപോലെ എഗ്രി ചെയ്യുന്ന ഒരു പ്രൊസീജിയർ, അതായത് എംപ്ലോയറും എംപ്ലോയിക്കും ഒരുപോലെ സമ്മതമുള്ള ഒരു പ്രൊസീജിയർ നമ്മൾ രൂപപ്പെടുത്തുക. ആൻഡ് ദ ബോത്ത് പാർട്ടീസ് വിൽ അബൈഡ് വിത്തൗട്ട് ടേക്കിംഗ് ആർബിട്രറി ആക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു ആർബിട്രറി ആക്ഷൻസ് ഇല്ലാതെ തന്നെ അവർക്ക് എന്ത് ചെയ്യാം, ഈ പ്രശ്നങ്ങളെ ഈസി ആയിട്ട് പരിഹരിക്കാം. ആൻഡ് ദ ലാസ്റ്റ് ഇസ് both employer and trade union will educate their members regarding their mutual obligation. പിന്നെ ട്രേഡ് യൂണിയൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എംപ്ലോയേഴ്സും ട്രേഡ് യൂണിയൻസും ഒരുപോലെ എന്ത് ചെയ്യണം, തൻ്റെ എംപ്ലോയീസിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ ഒരു എംപ്ലോയി എന്ന നിലയിൽ ഓർഗനൈസേഷനോട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് കൂട്ടർക്കും ഒരുപോലെ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. ആ കമ്മിറ്റ്മെൻറ്റ്സിനെ ട്രേഡ് യൂണിയനും എംപ്ലോയീസും ഒരുപോലെ നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞ് മനസ്സിലാക്കണം. സോ കോഡ് ഓഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ. ദ കോഡ് വോളണ്ടറിലി ബൈൻഡ്സ് ദ എംപ്ലോയർ ആൻഡ് ദ വർക്കർ ടു സെറ്റിൽ ഓൾ ഗ്രിവൻസസ് ആൻഡ് ഡിസ്പ്യൂട്ട്സ് ബൈ മ്യൂച്വൽ നെഗോസിയേഷൻ, കൺസീലിയേഷൻ ആൻഡ് ദ വോളണ്ടറി ആർബിട്രേഷൻ. I think you are clear with the topic Code of Industrial Discipline. So this is the end of today's section. Today we discuss
how to prevent industrial disputes, and the two major points regarding that, that is model standing orders and the code of industrial discipline, and the rest of points will be discussed later. Thank you. Take care.